മരുന്ന് അവിടെ നിന്ന് വാങ്ങിക്കോളൂ. ഓ, ആഹാരം ചെന്ന ഉടനെ വേദന, അതിപ്പോഴും വിടുന്നില്ല കമ്പൗണ്ടറെ. ആഹാ, എന്നാ പിന്നെ ആഹാരം ഒന്നും കഴിക്കണ്ട, ലാഭമായില്ലേ. ചെലവൊന്നും ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടല്ലേ ടെസ്റ്റ് ഒന്നും ചെയ്യാണ്ട് വീണ്ടും വന്നത്. ഒന്ന് മാറ, ഒന്ന് ഇളകി നടക്കടേ. എന്താ ഉള്ളേ? ചുവന്ന വെള്ളം മണി കുടിച്ചിട്ടും ഒരു സുഖം തോന്നണില്ല. ആ, അപ്പൊ ചുവന്നോളം മാറ്റിട്ട് മഞ്ഞളം തരാം, പറ്റുമോ? എന്നെ ചികിത്സിക്ക ഇപ്പൊ തൽക്കാലം ഇത് കൊണ്ടുപോയാൽ മതി കേട്ടാ. അപ്പൊ അടുത്ത നെക്സ്റ്റ് ഇങ്ങോട്ട് പാടോ. ഓ, എന്തൊരു കഷ്ടാണ് ഭഗവാന്. എടോ, ഇത് മൂത്രം പരിശോധിക്കാനുള്ള ചീട്ടാ. അതിനുള്ള സൗകര്യം ഇപ്പൊ ഇവിടെ ഇല്ലേ? പുറത്തോട്ട് കൊണ്ട് പരിശോധിക്കും. എന്തോ ആന്റിബയോട്ടിക്സ് വല്ലതും ഉണ്ടോ ഇവിടെ? ചീട്ട് കൊടുത്താൽ മതി, ദിവസാറിന്റെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കോളൂ. നമസ്കാരം സാർ. ഹലോ. അല്ല, രഘു പറഞ്ഞിരുന്നു വിവരം. ഞാൻ അല്പം ലേറ്റായി. പ്രോബ്ലം കേസൊക്കെ താലൂക്കിലേക്ക് റെഫർ ചെയ്താൽ മതി. ഓക്കെ. അങ്ങോട്ട് മാറിക്ക്. എക്സ്റേ എടുത്തോ? കായ് തേഞ്ഞില്ലേ മാന്നെ? പിന്നെന്തിനാ വീണ്ടും ഇങ്ങോട്ട് കെട്ടിവലിച്ചോണ്ട് വന്നത്? പോയി എക്സ്റേ എടുത്തുണ്ടോ? വേദന സഹിക്കണില്ല കമ്പോഡറെ, ഉറക്കില്ല. രാത്രി മുഴുവൻ ഞാൻ ഈശ്വരനെ വിളിച്ച് കിടക്കാടേ. വിളിക്കണ്ട, സർക്കാർ ആശുപത്രിന്റെ പടി ചവിട്ടില്ല ഈശ്വരൻ. വിളിച്ചിട്ട് കാര്യമില്ല. 16 കൊല്ലത്തിനിടയ്ക്ക് ഞാൻ ഈ ഭാഗത്തൊന്ന് മുപ്പറുണ്ട്. ലഞ്ചിന് വീട്ടിൽ 4-5 ഗസ്റ്റ് ഉണ്ട്, കാണാം. ആ, രഘുവിന്റെ വീട്ടിൽ തന്നെയല്ലേ താമസം? അതെ. നമ്മൾ തമ്മിൽ കോമ്പറ്റീഷൻ ഇല്ല, പക്ഷേ ഗൈന കേസുകൾ തൊട്ടാൽ കളി മാറും. 1 കൊല്ലം പിന്നെയും പോയി ചരിച്ച് ഞാൻ ഡിപ്ലോമ എടുത്തിട്ടുണ്ട്, അത് മറക്കണ്ട. ഒരു ലേഡി ഡോക്ടറുടെ പോസ്റ്റ് ഉണ്ട്, അത് ഇനിയും ഫില്ലപ്പ് ആയിട്ടില്ല. മരുന്ന് സപ്ലൈ നമുക്ക് എപ്പോഴും ഷോർട്ടാണ്. അച്ഛ പറഞ്ഞു ഇത് സ്വന്തം ആളല്ലേ പറയുന്നത്? എന്താ അല്ല, സിസ്റ്റർ ഒരു ക്ലാസ്മേറ്റ് ഒരു ലാബ് തുറന്നിട്ടുണ്ട്. കഴിയുന്നതും എല്ലാവർക്കും എപ്പോഴും എല്ലാ ടെസ്റ്റും എഴുതാം. വീട്ടിലെടുത്തോട് നിർബന്ധമായിട്ടും പറയാം. ഉച്ചത്തിൽ കമ്മീഷൻ ഇല്ല കേട്ടോ. ഒരു ഉപകാരമാവട്ടെ. എക്സ്റേ അത് നമ്മളാകല്ല. തോമസ് ഡോക്ടർക്ക് മോശ അല്ല, അത് നോക്കണ്ട. ഡെലിവറി കേസ് ചിലത് വരും, അതാ ഒരു വാണി, അത് തൊടണ്ടാന്ന്. 3 ലക്ഷമോ 4 ലക്ഷമോ കൊടുത്ത് എങ്ങാണ്ടോ ചേർന്ന് പാസ്സായതാ. ഭയങ്കര പൈസക്കാരല്ലേ. പ്രധാനപ്പെട്ട മരുന്നുകൾ, അതും ലൈഫ് സേവിംഗ് ഡ്രഗ്സ് ഒന്നും ഇല്ലാതെ നമ്മളിവിടെ എന്താ പിന്നെ ചെയ്യുന്നത്? സൗകര്യമുള്ള ആരെങ്കിലും ഇവിടെ വരുമോ ഡോക്ടറെ? ഒരു മാമൂലി. ഡോക്ടറെ, നമ്മൾ 3 ആളും ഒരു ടീമായിട്ട് നിന്നാ കുറച്ചൊക്കെ ചെയ്യാം. ഈ വലിയ മരുന്ന് മറച്ചു കൊടുക്കുന്ന ഇപ്പോഴത്തെ പുതിയൊരു സിസ്റ്റം ഉണ്ടല്ലോ. ഗുഡ് മോർണിംഗ് ഡോക്ടർ. സുഖേട്ടന്റെ വേറെ ബോർഡ്സ് കിട്ടാതെ വിഷമിക്കായിരുന്നു. പെട്ടെന്ന് എറണാകുളത്തേക്ക് വിടേണ്ടി വന്നു. ആ, പണിയൊക്കെ ഞാൻ കയറ്. എന്താ കുമാരെ, ബിസിനസ് ശരിക്കും നടക്കുന്നില്ലേ? മോശം. സർക്കാർ സൂത്രങ്ങളൊക്കെ പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോ പോയില്ലേ. വല്ലവർക്കും വല്ല അബദ്ധം പറ്റിയാൽ തന്നെ ഒഴിവും മറവൊന്നുമില്ലാതാവാന്ന് നിയമം. ഓ ആട്ടെ.